Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിച്ചത് ജൂൺ 20-ാം തീയതിയാണ്. ക്ലോസ് ചെയ്യുന്നത് ഈ മാസം 31-ാം തീയതിയാണ്. സോ നമ്മൾ ഇവിടെയൊക്കെ ഓൾറെഡി അഡ്മിഷൻ ആരംഭിച്ചു. നമ്മൾ MCOM-നൊക്കെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് ഇതിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്നാണ് എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോസ്പെക്ടസിൽ നമ്മുടെ അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളത് യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്തതാണ്. ബട്ട് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതർവൈസ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ മാത്രം ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളായിട്ട് നിങ്ങൾ സബ് സെൻറ്ററിൽ അല്ലെങ്കിൽ ലേണിംഗ് സെൻറ്ററിലോട്ട് പോകേണ്ട ആവശ്യമുള്ള ഔദ്യോഗിക സെൻറ്ററിൽ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. എന്നിട്ടും ഒരുപാട് കുട്ടികൾ വീണ്ടും വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും സംശയങ്ങളൊക്കെ ആയിട്ടും ലേണിംഗ് സെൻറ്ററിലോട്ട് നേരിട്ട് മുൻകൂട്ടി ഒരു മെസ്സേജ് ഇല്ലാണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇത് കൂടിയപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ഒരു മാറ്റർ ഇറക്കിയിട്ടുണ്ട്. നമുക്കതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള. വീഡിയോയിലോട്ട് പോണേക്കാളും ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം BCom BBA MCOM ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് അഡ്മിഷനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. MCOM-ന്റെ ഓൺലൈൻ ബാച്ച് നമ്മൾ ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞു. സോ ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാനും കോച്ചിങ്ങിനും വേണ്ടിയിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ അപ്ഡേഷൻസിലോട്ട് പോകാം. ഇതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. നോക്കിയേ കണ്ടോ, വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ നൽകിയ പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക അറിയിപ്പില്ലാതെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് സെന്ററുകളിൽ എത്തേണ്ടതില്ല. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അത് യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആരും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജോ മെയിലോ വരാണ്ട് മുന്നറിയിപ്പില്ലാതെ ഔദ്യോഗിക സെൻറ്ററിലോട്ട് പോകരുത്. ഇപ്പം ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക, നമ്മൾ അതിൻ്റെ റിപ്ലൈ നൽകും. നമ്മുടെ സ്ഥാപനം യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എസ്പെഷ്യലി BCom BBA MCOM-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാണ്ട് അങ്ങോട്ട് പോകരുത്. ദെൻ എന്നായിരിക്കും സ്റ്റഡി മെറ്റീരിയൽ കിട്ടുക, കോൺടാക്ട് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ചോദിച്ചിട്ട് വന്നപ്പോൾ നമ്മൾ അതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ പകുതിയൊക്കെ ആവും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ. അപ്പോൾ MCOM സ്റ്റുഡൻസിൻ്റെ സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ കയ്യിൽ ബുക്സൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. BCom BBAയുടെ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാകും എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. അന്നേ നിങ്ങൾ പോകേണ്ടത് ആവശ്യമുള്ളൂ. അതർവൈസ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടേക്ക് ചെല്ലേണ്ടതായിട്ട് വരും. അതിന് അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ മാത്രം പോകുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്റ്റംബർ പകുതിയൊക്കെ ആയിട്ടാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത പറയുന്നത്. MCOM-ന്റെ ഒക്കെ PGയുടെ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡിഗ്രി ഒക്കെ പുതിയ സിലബസ് ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. 31 ഓഗസ്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. നമ്മൾ വീഡിയോയിൽ റിപ്ലൈ നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പല സംശയങ്ങൾക്കുള്ള മറുപടി സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.